അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന 32 സെക്കൻഡുകൾക്കുള്ളിലാണ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത്. 270 ആളുകൾ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. എഞ്ചിനുകളിലേക്ക് ഇന്ധനം എത്തിക്കുന്ന സ്വിച്ച് ഓഫ് ആയി എന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ധനം സ്വിച്ച് ഓഫ് ആക്കിയത് ആരാണെന്ന് ഒരു പൈലറ്റ് ചോദിക്കുന്ന ശബ്ദരേഖ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ആക്കിയതാണോ, സാങ്കേതിക തകരാറാണോ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിലൂടെ പുറത്തുവരൂ. അപകട ദിവസം വിമാനം പിന്തുടർന്ന നടപടിക്രമങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. ജൂൺ 12-ന് എയർ ഇന്ത്യയുടെ B7878 വിമാനം ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ 11:17-ന് ഇറങ്ങി ബേ 34-ൽ പാർക്ക് ചെയ്തു. ഇതിലെ ജീവനക്കാർ പൈലറ്റ് ഡിഫക്ട് റിപ്പോർട്ട് തയ്യാറാക്കി. എയർ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ഫ്ലൈറ്റ് ഇൻസ്പെക്ഷൻ മാനിഫെസ്റ്റ് പ്രകാരം പരിശോധനകളും പരിഹാര നടപടികളും സ്വീകരിച്ച് 12:10-ന് തുടർ യാത്രയ്ക്കായി വിട്ടു നൽകി. AI-171 എന്ന പേരിൽ അഹമ്മദാബാദിൽ നിന്ന് ഗാറ്റ്വിക്കിലേക്ക് 1:10-നാണ് പറക്കാൻ നിശ്ചയിച്ചിരുന്നത്. മുംബൈയിൽ നിന്നുള്ള 2 പൈലറ്റുമാരും തലേ ദിവസം തന്നെ അഹമ്മദാബാദിൽ എത്തിയിരുന്നു. 10 ക്യാബിൻ ക്രൂവാണ് ഇവർക്ക് പുറമെ ഉണ്ടായിരുന്നത്. വിമാനം പറക്കുന്നതിന് മുൻപ് പൈലറ്റുമാർക്ക് ആവശ്യത്തിന് വിശ്രമ സമയം ലഭിച്ചിരുന്നു. സഹ പൈലറ്റിനായിരുന്നു വിമാനം പറത്തുന്ന ചുമതല. പൈലറ്റ് ഇൻ കമാൻഡിന് പൈലറ്റ് മോണിറ്ററിംഗ് ചുമതലയായിരുന്നു. പൈലറ്റുമാർ വിമാനത്താവളത്തിലെത്തി 11:55-ന് ബ്രത്ത് അനലൈസർ പരിശോധന നടത്തി. ഇരുവരും വിമാനം പറത്താൻ യോഗ്യരാണെന്ന് കണ്ടെത്തി. CCTV പ്രകാരം 12:35-ന് ജീവനക്കാർ ബോർഡിംഗ് ഗേറ്റിലെത്തി. 230 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 15 യാത്രക്കാർ ബിസിനസ് ക്ലാസ്സിലും ഇക്കണോമി ക്ലാസ്സിൽ 215 യാത്രക്കാരും ഉണ്ടായിരുന്നു. 2 കുഞ്ഞുങ്ങളും വിമാനത്തിലുണ്ടായിരുന്നു. 54,200 കിലോ ഇന്ധനമാണ് വിമാനത്തിൽ നിറച്ചിരുന്നത്. ടേക്ക് ഓഫ് ഭാരം 2,12,401 കിലോ ആയിരുന്നു. ടേക്ക് ഓഫ് വെയിറ്റ് നിശ്ചയ പരിധിക്കുള്ളിലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിമാനത്തിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടായിരുന്നില്ല. ബേ 34-ൽ നിന്ന് എത്തിച്ച വിമാനത്തിന് 1:37-ന് ടേക്ക് ഓഫ് ക്ലിയറൻസ് നൽകി. എൻഹാൻസ് എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡ് പ്രകാരം 1:38-ന് വിമാനം ടേക്ക് ഓഫ് ഡിസിഷൻ സ്പീഡ് കൈവരിച്ച് 153 നോട്ട്സ് വേഗത്തിലെത്തി. തൊട്ട് പിന്നാലെ 155 നോട്ട്സ് വേഗത്തിലെത്തി. തുടർന്ന് 180 നോട്ട്സ് വേഗത കൈവരിച്ച ഘട്ടത്തിൽ എഞ്ചിൻ 1-ന്റെയും 2-ന്റെയും ഇന്ധന കട്ട് ഓഫ് സ്വിച്ചുകൾ പെട്ടെന്ന് റൺ മോഡിൽ നിന്ന് സ്വിച്ച് ഓഫ് മോഡിലേക്ക് 1 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ഓരോന്നായി മാറി. എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം തടസ്സപ്പെട്ടതോടെ 2 എഞ്ചിനുകളുടെയും ടേക്ക് ഓഫ് ശേഷി കുറഞ്ഞു. എന്തുകൊണ്ടാണ് സ്വിച്ച് കട്ട് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് ചോദിക്കുന്നത് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിംഗിൽ കേൾക്കാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന അടുത്ത പൈലറ്റ് മറുപടി പറയുകയും ചെയ്തു. വിമാനം പറന്നുയർന്നതിനു ശേഷം റാംഎയർ ടർബൈൻ പ്രവർത്തനക്ഷമമാകുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വിമാനത്തിന്റെ പാതയിൽ ഒരിടത്തും പക്ഷികളെ കാണാൻ കഴിയുന്നില്ല. വിമാനത്താവളത്തിന്റെ ഭിത്തി കടക്കുന്നതിന് മുൻപ് തന്നെ വിമാനം താഴ്ന്നു തുടങ്ങി. എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡ് പ്രകാരം എഞ്ചിൻ 1-ന്റെ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ച് പെട്ടെന്ന് കട്ട് ഓഫ് മോഡിൽ നിന്ന് റൺ മോഡിലേക്ക് മാറിയിട്ടുണ്ട്. തൊട്ട് പിന്നാലെ 2-ാം എഞ്ചിന്റെയും സ്വിച്ച് പൂർവ്വസ്ഥിതിയിലെത്തി. ഇതിനിടെ EARF റെക്കോർഡിംഗ് നിർത്തി. 1:39-ന് പൈലറ്റുകളിൽ ഒരാൾ മെയ്ഡേ സന്ദേശം അയച്ചു. എയർ ട്രാഫിക് കൺട്രോൾ ഓഫീസർ കോൾ സിഗ്നൽ സംബന്ധിച്ച് അന്വേഷിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല. വിമാനത്താവളത്തിന്റെ അതിർത്തിക്ക് പുറത്ത് വിമാനം തകർന്നു വീഴുന്നതാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്.